ഹായ് ഡിയേഴ്സ്. കിച്ചണിലെ പണികൾ രാവിലെ തന്നെ തീർക്കുകയാണെങ്കിൽ അതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ല അല്ലേ. രാവിലെ കിച്ചണിലെ പണികളൊക്കെ തീർത്ത് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ചില പൊടിക്കൈകളാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ രാവിലെ ഞാനൊരു 3:30 സമയത്ത് തന്നെ എഴുന്നേൽക്കും. പ്രത്യേകിച്ച് സ്കൂളുള്ള ദിവസങ്ങൾ കേട്ടോ. സ്കൂളുള്ള ദിവസങ്ങൾ ഞാനൊരു 3:30 എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 4 സമയത്താണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. 4 കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് അലക്കിടാനുള്ള ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇടും. എന്നിട്ടാണ് കിച്ചണിലെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് വാഷിംഗ് മെഷീനിലിട്ട് തുണികളെല്ലാം കൊണ്ടുപോയി വിരിച്ചിടാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്യുന്നത് കുക്കറിൽ വെള്ളം അടുപ്പത്ത് വെക്കും. കുടിക്കാനുള്ള വെള്ളവും അടുപ്പത്ത് വെക്കും. അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കും. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അരി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതെന്റെ ഒരു റെഗുലർ റൂട്ടീൻ പോലെയാണ് കേട്ടോ പോകുന്നത്. ഈ ഒരു ഹാബിറ്റ് എനിക്ക് ഞാൻ ഖത്തറിലായിരിക്കുന്ന സമയം മുതൽ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ അലക്കാനുള്ള ഡ്രസ്സുകളാണ് ആദ്യം വാഷിംഗ് മെഷീനിലിടും. എന്നിട്ടാണ് കിച്ചണിലേക്ക് കയറുന്നത്. കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കറി റെഡിയാക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഉച്ചയ്ക്കത്തെ എല്ലാ പണികളും രാവിലെ തന്നെ തീരും കേട്ടോ. കുമ്പളങ്ങ പച്ചമാങ്ങയും ചേർത്ത് കറി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പച്ചമാങ്ങയും കുമ്പളങ്ങയും ഒന്ന് തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ രാവിലെ എഴുന്നേറ്റ് വന്നാൽ കിച്ചണിൽ കയറുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യണമെങ്കിൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ച് ആ പാത്രം കഴുകുന്ന സമയത്ത് കൗണ്ടർ ടോപ്പും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിടണം. എന്നാലാണ് നമുക്ക് കിച്ചണിലേക്ക് ആ ഒരു വെളുപ്പാൻ കാലത്ത് വരുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് നമുക്ക് പണിയെടുക്കാൻ ഒരു മടിയും തോന്നൂല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ കിച്ചണിലേക്ക് കയറിയാൽ ആദ്യം ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ജനലുകൾ തുറന്നിടുന്ന പരിപാടിയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രഷ് എയർ ഒക്കെ കയറുമ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് പണിയെടുക്കാനായിട്ട് നല്ലൊരു വൈബായിരിക്കും. നമുക്ക് ഒട്ടും ബോറ് തോന്നില്ല. ആ ഒരു ഫ്രഷ് എയറിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ, അപ്പോൾ ആ തണുത്ത കാറ്റൊക്കെ അടിച്ച് അങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്കുള്ള ഡോറൊന്നും ഞാൻ തുറന്നിടാറില്ല. കാരണം കള്ളന്മാരുടെ ശല്യമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാകുമല്ലോ. അതുകൊണ്ട് ഡോറൊന്നും ഞാൻ തുറന്നിടാറില്ല. പക്ഷെ വിൻഡോ ഒക്കെ എപ്പോഴും ഞാൻ ഓപ്പൺ ചെയ്തിടും. ഖത്തറിലായിരുന്നപ്പോഴും ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ. കിച്ചണിൽ കയറിയാൽ എനിക്ക് വിൻഡോ ഓപ്പൺ ചെയ്ത് ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ചൂടാണെങ്കിലും അതെ കേട്ടോ, ഞാനത് ഓപ്പൺ ചെയ്തിടാറുണ്ട്. പിന്നെ അവിടെ ചൂടുകാറ്റിന്റെ സമയത്ത് ഈ പൊടികൾ കയറുന്നത് കൊണ്ട് ആ ഒരു സമയത്ത് മാത്രം ഞാൻ തുറക്കാറില്ല. അല്ലാതെ എല്ലാ സമയത്തും ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്ത് തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. കുമ്പളങ്ങ, മാങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇടിയപ്പമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിനുള്ള പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാക്കാനായിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്താണ് കേട്ടോ വെള്ളം തിളപ്പിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇടിയപ്പത്തിന്റെ പൊടി വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, അടുക്കളയിൽ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് രാവിലെ, പ്രത്യേകിച്ച് രാവിലെ ആ ഒരു മോർണിംഗ് ടൈമിൽ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യുന്നത്. എല്ലാവരും ഉറങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു പ്രത്യേക എൻജോയ്മെന്റ് ആണ് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ. കുട്ടികളുടെ ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ ഒട്ടും എന്താ പറയാ, മൊത്തം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് കുക്ക് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. ഇടിയപ്പത്തിന് പൊടി വാട്ടിയെടുക്കുമ്പോഴേ നല്ല വെട്ടിത്തിളച്ച വെള്ളം ചേർത്ത് വേണം പൊടി കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പൊ നല്ല മയമുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ അത് പീച്ചെടുക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. സ്കൂളുള്ള സമയത്ത്
എൻ്റെ പണികളൊക്കെ രാവിലെ തന്നെ തീരും കേട്ടോ, പ്രത്യേകിച്ച് കിച്ചണിലെ പണികൾ. ബാക്കിയുള്ള സമയം നമുക്ക് ക്ലീനിങ്ങും തുണി മടക്കൽ അങ്ങനെയുള്ള പരിപാടികളും ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടേതായ കാര്യങ്ങൾക്കൊക്കെ ഓരോ കാര്യങ്ങൾക്കും സമയം കണ്ടെത്താനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നത് കുറച്ചധികം നേരത്തെ ആക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങളുടെ പണികളെല്ലാം പെട്ടെന്ന് തീർത്ത് നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. എൻ്റെ മക്കള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ഫ്രീ ആയിട്ടാണ് ഇരിക്കാറുള്ളത്. ഒരു എന്താ പറയാ, കുട്ടികളെ തിരക്ക് പിടിച്ച് സ്കൂളിൽ അയച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്, അതായത് നമുക്ക് ഫുൾ റിലാക്സേഷൻ മോഡ് ഓൺ ആകും. അങ്ങനെ ഒരു വൈബാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. പിന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, വെളുപ്പിനെ എഴുന്നേറ്റാൽ മാത്രം പോരാ, നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. രാവിലെ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് രാത്രി തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ പണികളൊക്കെ തീർക്കാൻ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, കറി എന്താണ് വെക്കേണ്ടത്, ഉച്ചക്കത്തെ ലഞ്ചിന് എന്താണ് റെഡിയാക്കേണ്ടത്, എന്ത് തോരൻ വെക്കും എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒട്ടും ഡിലേ ഒന്നും വരാതെ പടപടാന്ന് നമുക്ക് പണി തീർത്തെടുക്കാം കേട്ടോ. അപ്പോ കുക്കറിൽ വേവിച്ചെടുത്ത ചോറ് ഒന്ന് കലത്തിലേക്ക് മാറ്റിയ ശേഷം വാർത്തെടുക്കുന്നുണ്ട്. ചോറ് വാർത്തെടുക്കുന്ന സമയത്ത് അധികം തിരക്ക് പിടിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. വെള്ളമൊക്കെ തെറിച്ച് അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഇടിയപ്പം പീച്ചെടുത്തത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇടിയപ്പത്തിന് ഇന്ന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാല് പഞ്ചസാര ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുട്ടികൾക്ക് കഴിക്കാനും ഭയങ്കര എളുപ്പമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലാക്കാമെന്ന് വിചാരിച്ചു. തോരനായിട്ട് ബ്രോക്കളിയാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രോക്കളി തോരൻ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഈ ബ്രോക്കലി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ അത്യാവശ്യം കൊടുക്കേണ്ട ഒരു വെജിറ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. മസ്റ്റായിട്ടും നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും മേടിച്ചു കൊടുക്കേണ്ട ഒരു വെജിറ്റബിൾ ആണ് ഈ ബ്രോക്കലി. ഖത്തറിലായിരുന്ന സമയത്ത് ഈ ഒരു സീസൺ ആവുന്ന സമയത്തുണ്ടല്ലോ, ബ്രോക്കലി ഒരുപാട് കിട്ടും. അതുപോലെ നല്ല വിലക്കുറവായിരിക്കും. ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് മേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്ക്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണിത്. പിന്നെ ഉണ്ടല്ലോ, ഇത് കഴുകിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പും മഞ്ഞളും ഇട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ചു നേരം വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെക്കണം. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വേണം ഇത് ഉപയോഗിക്കാൻ. വെള്ളത്തില് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി കുമ്പളങ്ങ കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. കുക്കറിന്റെ പ്രഷർ റിലീസ് ആവുന്ന സമയത്ത് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് ആവശ്യമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായി ചൂടായി കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി എന്താണെന്നറിയോ അടുത്ത പണി ഇതൊന്ന് താളിച്ചെടുക്കണം. കുമ്പളങ്ങ കറി ഒന്ന് താളിച്ചെടുക്കണം. അതുപോലെ തോരനൊന്ന് റെഡിയാക്കി എടുക്കണം. ഇത്രയും കാര്യങ്ങളാണുള്ളത് കേട്ടോ. കറി ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇടിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചൂട് സെറ്റായി വരുന്ന സമയത്ത് ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഇടിയപ്പം ഒരു കാസറോളിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാല് പാത്രങ്ങൾ കഴുകലാണ്. എല്ലാം കൂട്ടിയിടാതെ വരുന്ന പാത്രങ്ങൾ ഒരു 2-3 പാത്രങ്ങൾ ആകുമ്പോൾ തന്നെ കഴുകി വെക്കാൻ ശ്രമിക്കുക. ഓരോ പണിയെടുക്കുന്നതിന്റെ ഇടയിലും ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുക.
പാത്രങ്ങൾ കഴുകാൻ വേണ്ടി കൂട്ടിയിടുമ്പോഴാണ് നമുക്കതൊരു കുന്നു പോലത്തെ പണിയായിട്ട് ഫീൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പണികൾ തീർക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു രീതിയിലാണ് കേട്ടോ ഫോളോ ചെയ്യാറുള്ളത്. അതായത് ഓരോന്ന് ചെയ്യുന്നതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒഴിവുള്ളത് കഴുകി വൃത്തിയാക്കി വെക്കും. അതുപോലെ കൗണ്ടർ ടോപ്പ് മോശമാകുമ്പോൾ തന്നെ അപ്പപ്പ ക്ലീൻ ആക്കി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ജോലികൾ തോന്നും. ചൂടാറാതിരിക്കാൻ വേണ്ടി ഒരു കാസറോളിൽ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഡൈനിങ് ടേബിളിലേക്ക് മാറ്റും. കൗണ്ടർ ടോപ്പ് മാക്സിമം നമ്മൾ ഫ്രീ ആക്കി ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അപ്പം തന്നെ കഴിക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് അത്രയും വർക്ക് സ്പേസ് കൗണ്ടർ ടോപ്പിൽ കിട്ടുമല്ലോ. ബ്രോക്കലി കഴുകി വൃത്തിയാക്കി നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതളുകൾ മാത്രം വിടർത്തി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാൽ മതി. തണ്ട് മാത്രം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ആദ്യം കുമ്പളങ്ങ കറി ഒന്ന് താളിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില, ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. നല്ല കറിക്ക് നല്ല ആ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയുടെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ബ്രോക്കലി തോരൻ റെഡിയാക്കുന്നത്. അപ്പൊ എന്താ എളുപ്പം എന്ന് വെച്ചാല് നമ്മള് പാത്രം കഴുകി ബുദ്ധിമുട്ടണ്ട. ഈ ഒരു സെയിം ചട്ടി തന്നെ നമുക്ക് ബ്രോക്കലി തോരനും കൂടി റെഡിയാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് സൂത്രപ്പണികൾ എടുത്താലാണ് നമ്മുടെ കിച്ചൺ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നത്. അതിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ബ്രോക്കലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് അതൊന്ന് പോയി കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞില്ലേ കുമ്പളങ്ങ കറിയുടെ ലുക്ക് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ലേ. അപ്പോൾ ഈ ഒരു ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ആ താളിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബ്രോക്കലിക്ക് വേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഇതൊരു ഈസി തോരനാണ് കേട്ടോ. ഒരുപാട് എഫേർട്ട് ഒന്നും ഇടാതെ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരൻ. ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ബ്രോക്കലി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആ ഒതുക്കി വെച്ച തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് എന്താ തേങ്ങ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അത്ര നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈസി അല്ലേ? ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തോരൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ ഉണ്ടല്ലോ, സ്നാക്കായിട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുത്തു വിടുന്നത് ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഫ്രൂട്ട് തന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തു വിടാറുള്ളത്. ഫ്രൂട്ട് അല്ലെങ്കിൽ നട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാനാണ് മാക്സിമം ശ്രമിക്കാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആകുമ്പോൾ കുട്ടികൾക്ക് മടുക്കുമല്ലോ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ബേക്കറി ഐറ്റംസും കൊടുത്തു വിടാറുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര മടിയാണ് കേട്ടോ കുട്ടികൾക്ക് ഈ ഒരു ഹെൽത്തി ഫുഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും. എപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ജങ്ക് ഫുഡാണല്ലോ. പോരാത്തതിന് ക്ലാസ്സിലെ കുട്ടികളൊക്കെ കൂടുതലും ജങ്ക് ഫുഡാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കുട്ടികൾ എപ്പോഴും എന്നോട് പറയും, ഉമ്മ മാത്രമാണ് ഇങ്ങനെ ഹെൽത്തി ഫുഡ് നോക്കുന്നത്, ബാക്കി എല്ലാവരും ജങ്ക് ഫുഡൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് എപ്പോഴും പറയലുണ്ട്. അത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ബേക്കറി ഐറ്റംസും കൊടുത്തു വിടാറുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഈ കൊടുത്തു വിടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലപ്പോഴേക്കേ അവർ കഴിക്കുകയുള്ളൂ. ചില സമയത്ത് ഇതങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരാറാണ് പതിവ്. ഇടിയപ്പത്തിനുള്ള തേങ്ങാപ്പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുത്ത് ഉപയോഗിക്കാം. കുട്ടികളുടെ ലഞ്ച് ബോക്സും പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. രാവിലെ തന്നെ എല്ലാ പണികളും കിച്ചണിൽ തീർന്നിട്ടുണ്ട്. ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
കിച്ചണിലെ പണികളൊക്കെ തീർത്തിട്ട് മക്കളെ എഴുന്നേൽപ്പിച്ച് അവരെ റെഡിയാക്കും. പീക്കറികളായതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ പണികൾ എൻ്റെ കിച്ചണിലത് പെട്ടെന്ന് കഴിച്ചാലാണ് കുട്ടികളെ എണീപ്പിച്ച് പിന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനും അവരെ കൂടെ നിൽക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും. എന്നിട്ട് എൻ്റെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ സ്കൂളിൽ വിടും കേട്ടോ. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും അവർക്ക് പോകണം. അപ്പോൾ ഒരു 6 മണി കഴിയുമ്പോൾ തന്നെ ഞാൻ മൂത്താളെ എഴുന്നേൽപ്പിക്കും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പതിയെ പതിയെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി എടുക്കും. അപ്പോൾ 3 പിക്കറുകളെയും കൂടി റെഡിയാക്കി വിടുമ്പോഴേക്കും പിന്നെ ഞാൻ ഫുൾ ഫ്രീ ആണ്. പിന്നെ എനിക്ക് ചെയ്യാനുള്ള ഒരു പണി എന്ന് വെച്ചാൽ അലക്കിയ തുണികൾ ഒന്ന് വിരിച്ചിടലാണ്. പിന്നെ ഫോൾഡ് ചെയ്യാനുള്ളതൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കും. അതുപോലെ എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.